വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ 5:30 മണിയായിട്ടുണ്ട് സമയം. അപ്പോൾ തണുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു സന്തോഷമായിട്ടോ എണിക്കാൻ. അതുകൊണ്ട് എണിച്ചിട്ട് ഇതാ ഞാനപ്പോൾ നിസ്കാരമൊക്കെ നിസ്കരിച്ച് അപ്പോൾ അങ്ങനെ പുറത്തോട്ട് പോകാൻ നേരെ വെളുത്തിട്ടില്ല. അതുകൊണ്ട് കുറച്ച് നേരം വെളുത്ത പിന്നെ ഞാൻ ഇത് അടുപ്പൊക്കെ കത്തിച്ച് ചൂടുവെള്ളം വെക്കാം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ഞാൻ കുടിക്കാൻ തിളപ്പിച്ചിട്ടാണ് കുടിക്കൽ. അപ്പോൾ അത് ചൂടുവെള്ളമൊക്കെ ആറിയ പിന്നെയാണ് ഞാൻ ഈ ഒരു മണ്ണിൻ്റെ പോഞ്ചിൽ ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ ഇന്ന് നാഷ്ട എന്ന് പറഞ്ഞെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു നാഷ്ടമാണ് മാഗി. അതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞായറാഴ്ച ദിവസമായതുകൊണ്ട് അത് സിമ്പിളായിട്ട് മാഗി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്ക് ടിഫിനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സന്തോഷമാണ്. അങ്ങനെ ഇന്ന് മാഗിയൊക്കെ ആയി. അപ്പോൾ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അതുകൊണ്ട് അങ്ങനെ മാഗി ആക്കിയിട്ട് അങ്ങോട്ടൊന്ന് ഒപ്പിച്ച് അങ്ങനെ ഇതാ മാഗി റെഡിയായി. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ. മാഗി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ജീവനാണ്. അതുകൊണ്ട് ആ നാഷ്ട ഒന്ന് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ ഇതാ നാഷ്ടമൊക്കെ ആക്കി. അപ്പോൾ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് അപ്പോൾ അപ്പുറത്തെ വളപ്പിൽ കുറേ പശുക്കളൊക്കെ ഇങ്ങനെ മേഞ്ഞിട്ട് വരലുണ്ട്. അപ്പോൾ അതിലൊരു പശു കടിച്ചിട്ടിട്ടുണ്ട് അതിന്. അപ്പോൾ നായ മറ്റേ കണ്ടെങ്കിൽ അതിനെ കടിച്ച് കീറുവേ. അതുകൊണ്ട് ഞാൻ മെല്ലെ ഒന്ന് എടുത്തുകൊണ്ട് കൊടുത്തിട്ട് അതവിടെ തന്നെ മുറ്റത്ത് കടത്തിയിട്ടുണ്ട്. നല്ല വെയിൽ കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ പശുക്കൾ ആരും ശ്രദ്ധിക്കലൊന്നുമില്ല, അങ്ങനെ വിട്ടെറിഞ്ഞ് പോകും. അതിന് ആരാന്ന് ഇനി അറിഞ്ഞിട്ട് വിളിച്ചിട്ട് വേണം പറയാൻ. അപ്പോൾ അത് അപ്പോഴേക്കും നമ്മളെ മുന്നാണ് അതിനെ നോക്കുക കേട്ടോ, ആരാണ് ഇവിടെ കടന്നിട്ടുള്ളത് എന്നെ പോലെ ഒരുത്തനെന്ന്. അപ്പോൾ ഇവനക്ക് കുറച്ച് ദിവസം മുമ്പ് ആരോ വിഷം വെച്ച് കൊടുത്തതാണെന്ന്. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തെല്ലാം കൊണ്ടുപോയപ്പോൾ പറഞ്ഞ് അവന് വിഷത്തിൻ്റെ എന്തോ തിന്നിട്ടുണ്ട്, അതുകൊണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അവന് മണപ്പിച്ചിട്ട് സൗണ്ടിൽ തന്നെയാണ് എല്ലാം മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് പാലക്ക ചുപ്പ്. ഇത് കുറേ ദിവസമായി കേട്ടോ കറി വെക്കാമെന്ന് പറയുമ്പോൾ അപ്പോൾ എന്തെങ്കിലും ഒന്നായിട്ട് കറി വെക്കാതെ അങ്ങനെ ഫ്രിഡ്ജിൽ തള്ളി കയറ്റും. അപ്പോൾ ഇന്ന് എങ്ങനെ വെക്കണം ഞാൻ, അങ്ങനെ ഞാൻ പുറത്തെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദാലും പാലക്ക ഇട്ടിട്ട് ഞാൻ കറി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എവിടെ പോകുന്നത് പറഞ്ഞെങ്കിൽ ഒരു കാതുകുത്തൽ പരിപാടിയാണ്. അപ്പോൾ അതിനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ രാത്രി പരിപാടി. അപ്പോൾ അങ്ങനെ പോയി ഞാനും മോനും. അപ്പോൾ പോകുന്ന ഇടയിൽ എനിക്കൊരു ടീഷർട്ട് വേണമെന്ന് പറഞ്ഞ് എൻ്റെ മോനക്ക് വാങ്ങി. എന്നിട്ട് നേരെ ഫംഗ്ഷനിലേക്ക് കയറി. അപ്പോൾ ഞങ്ങൾക്ക് പരിപാടി കഴിഞ്ഞിട്ട് ഇറങ്ങാനായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.